കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വെന്റ് ടോക്സിലെ 10-ാം ദിവസം ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ലോകരക്ഷകനായ യേശു സത്യത്തിൽ നമ്മളെ രക്ഷിക്കാനും നമ്മളെ അനുഗ്രഹിക്കാനും നമ്മളെ വിശുദ്ധിയിൽ നമ്മളെ പരിപാലിക്കാനും നമ്മുടെ ജീവിതം ഒരു വലിയ അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ് ലോകരക്ഷകനായ യേശു കടന്നു വന്നത്. പിതാവായ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല തൻ്റെ ഒരു മകനും അല്ലെ ഒരു മക്കളും ദൈവത്തിൽ നിന്ന് അകന്നു പോകണം, ദൈവവിശ്വാസത്തിൽ നിന്നും നീങ്ങിപ്പോകണം എന്നാരും തന്നെ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും രക്ഷ പ്രാപിക്കണം, എല്ലാവരും രക്ഷയിലും വിശുദ്ധിയിലും ശക്തിയിലും ദൈവിക വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് മാത്രമേ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ഉള്ള സ്നേഹത്തെ പ്രതി അയച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം അത് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ സമാധാനം. ഈ ഒരു സമാധാനം എന്ന വാക്ക് മാത്രം ചിന്തിച്ചാൽ മതി, വേറൊന്നും ചിന്തിക്കേണ്ട. സമാധാനം എന്ന വാക്ക് മാത്രം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ സമാധാനം എന്ന വാക്കിൽ രണ്ടർത്ഥമുണ്ട്. അതിൽ ആദ്യത്തെ അർത്ഥം ഇതാണെന്ന്: കർത്താവായ യേശു മിശിഹ തരാൻ പോകുന്ന സമാധാനം പോലെ വേറെ ആർക്കും സമാധാനം തരാൻ പറ്റത്തില്ല. നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മൾ സങ്കടത്തിലിരിക്കുമ്പോൾ വന്നു നമ്മുടെ തോളത്ത് കൈയിട്ട്, പോറ്റടാ, സാരമില്ല, ഇത് ഇത്രയ്ക്ക് ഉള്ളല്ലോ, നീ സങ്കടപ്പെടണ്ട. അവൻ പറയും, അവൻ പോകും, വീണ്ടും നമ്മൾ സങ്കടത്തിലാണ്. പക്ഷെ ദൈവം കർത്താവായ യേശു മിശിഹ തരുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അത് ഈ ലോകത്തിൽ ആർക്കും തരാൻ സാധിക്കത്തില്ല. ആ സമാധാനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, കർത്താവിൻ്റെ സമാധാനത്തിൽ കടങ്ങളുടെ പരിഹാരമുണ്ട്. കർത്താവിൻ്റെ സമാധാനത്തിൽ എന്തുണ്ടെന്നറിയോ? കർത്താവിൻ്റെ സമാധാനത്തിൽ നമുക്കൊരു പീസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സുരക്ഷിതത്വമുണ്ട്. കർത്താവിൻ്റെ സമാധാനത്തിൽ എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല, ഞാൻ സുരക്ഷിതമാണ്, എന്നെ ചേർത്ത് പിടിക്കുന്ന ഈശോ ഉണ്ട്, എന്നെ ചേർത്ത് പിടിക്കുമെങ്കിൽ ഹൃദയത്തോടെ, ഈശോയുടെ ഹൃദയത്തോട് എന്നെ ചേർത്ത് പിടിക്കുമെന്നൊരു വിശ്വാസമുണ്ട് കർത്താവിൻ്റെ സമാധാനത്തിൽ. അടുത്തത്, കർത്താവിൻ്റെ സമാധാനം ഒരു ദൈവികമായ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ നമ്മുടെ ഇടയിൽ സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്നു: മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ ക്രിസ്തുവാണ്, ഞാനാണ് നിൻ്റെ ദൈവം, ഞാനാണ് നിന്നെ രക്ഷിച്ചത്, നീ ഭയപ്പെടാൻ പാടില്ല, നിൻ്റെ രക്ഷകനായ യേശു നിൻ്റെ കൂടെയുണ്ട്. ഏത് അന്ധകാരത്തിൽ നടന്നാലും, ഏത് പ്രശ്നത്തിനിടയിൽ നടന്നാലും നിൻ്റെ കൈക്ക് പിടിച്ചു ഉയർത്തുന്ന ദൈവമാണ് ഞാൻ, നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോടൊപ്പം ഉണ്ടെന്ന്. കർത്താവിൻ്റെ സമാധാനത്തിനും വളരെ ഒരു കോൺഫിഡൻസാണ്, എന്തും ചെയ്യാനുള്ളൊരു വലിയ കോൺഫിഡൻസാണ്. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ട് പോയാൽ വളരെ കോൺഫിഡൻ്റാണ്, ഈ പരീക്ഷയിൽ ഞാൻ ജയിക്കും. അപ്പോൾ കർത്താവിൻ്റെ സമാധാനത്തിൽ എന്തൊക്കെയുണ്ടോ നമ്മൾ മനസ്സിലാക്കണം. കടങ്ങൾക്ക് പരിഹാരമുണ്ട്, ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതമാണ്, ഈ കർത്താവിൻ്റെ സമാധാനം എൻ്റെ ഉള്ളിൽ എന്നോട് ദൈവം സംസാരിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ സമാധാനത്തിൽ ഞാൻ കോൺഫിഡൻസ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട്, കർത്താവിൻ്റെ സമാധാനത്തിൽ എനിക്ക് മനസ്സിലാക്കാം, ദൈവത്തിൻ്റെ ഉള്ളംകൈയിൽ ഞാൻ സുരക്ഷിതമാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് സമയത്ത് നിങ്ങളെല്ലാവരും സുരക്ഷിതമാണ്, നിങ്ങളെല്ലാവരും ശക്തിയിലാണ്, നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ അഭിഷിക്തരാണ്. ഈ ഒരു ക്രിസ്മസ് കാലം നമുക്ക് പ്രാർത്ഥനയോടെ ഈശോയെ സ്വീകരിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.